കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈം വിവാദത്തിൽ DDE ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് DDEയോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. അതിനിടെ കർട്ടൻ താഴ്ത്തിയ അധ്യാപകർ സംഘപരിവാർ അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ടവരാണ് എന്ന വിവരവും പുറത്തുവന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഈ പരിപാടി തടഞ്ഞതിൽ കടുത്ത അതൃപ്തി സർക്കാരിനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അടിയന്തരമായത് അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകണം എന്നുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായത്. ഈ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന സൂചനയല്ലേ പുറത്തുവരുന്നത് ഷഹദ് റഹ്മാൻ? തീർച്ചയായും റീജിത്ത്, സ്മിത, അത്തരം നടപടി ആവശ്യമായി വരും. കാരണം ഈ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ യുവജന സംഘടനകളും വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും. അപ്പം അതിനെ തടയിടണം. മറ്റൊന്ന്, ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ വീഴ്ചയായിട്ടാണ് സർക്കാർ നോക്കിക്കാണുന്നത്. PTA-യും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. നമ്മൾ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്തിനെ സമർപ്പിക്കും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കാരണം നാളെ വീണ്ടും ഈ സ്കൂളിൽ കലോത്സവം നടക്കാൻ പോവുകയാണ്. കാരണം നിർത്തിവെച്ച കലോത്സവം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാളെ വീണ്ടും നടത്തും എന്നാണ് നമുക്ക് ഇന്നലെ അവിടുത്തെ PTA-യുമായിട്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായും സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാളെ നടക്കുന്ന കലോത്സവം അതൊരു പക്ഷേ കുറെ കൂടി സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന ഒരു സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം ഇതിനോടകം ഈ ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ മൈമോടം നടത്തിയതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത് വെച്ചു പുറപ്പിക്കാൻ പറ്റില്ല ഇത്തരം പ്രവണതകളെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഒരു പക്ഷേ നാളെ വലിയ സുരക്ഷയോടുകൂടി നാളെ മൈം ഉൾപ്പെടെയുള്ള പരിപാടികൾ വീണ്ടും അവിടുത്തെ അരങ്ങേറും എന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഈ കർട്ടൻ താഴ്ത്തിയ അധ്യാപകരെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തി നാളെ വീണ്ടും ഈ സ്കൂളിൽ കലോത്സവം നടത്താനാണ് ഇപ്പോൾ തീരുമാനം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഷഹദ് റഹ്മാനാണ് കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.